അന്ന് അപ്രത്യക്ഷമായി കേട്ടിരുന്ന വാർത്ത തൻ്റെ ഭാര്യയും കുട്ടിയെയും കാണുവാനില്ല. അവൾ പോയത് ഒരു പിശാചിൻ്റെ കൂടെയായിരുന്നു. ആ പിശാചിന് ഒരു ഭാര്യയും 3 മക്കളെയും തള്ളിപ്പറഞ്ഞ് അവൻ്റെ കൂടെയാണ് ഇവൾ പോയത്. കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ഒരു ന്യൂസാണ് ഒരു ഉമ്മയും കുട്ടിയും കാണുവാനില്ലാന്ന്. ആ ഉമ്മ കുട്ടിയും പോയത് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ കാമുകനോടൊത്ത് ജീവിക്കാനായിരുന്നു. അവൾ പോയത് 3 കുട്ടിയും അവൻ്റെ സ്വന്തം ഭാര്യയും ഉപേക്ഷിച്ച അവൻ്റെ കൂടെയാണ് ഈ പെണ്ണ് പോയത്. ഇവൾക്കാണെങ്കിൽ ഒരു കുറവും ഒരു പ്രശ്നവുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബമാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവളെ ഭർത്താവായിക്കോട്ടെ സൗദിയിൽ ചോര നീരാക്കി ഈ കുട്ടിക്കും ഉമ്മയ്ക്കും അവൻ്റെ വീട്ടുകാർക്കും ഒരു കുറവുമില്ലാതെ നോക്കുന്ന ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിനോടൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ വേണ്ടി ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് എത്തുമ്പോൾ അവൻ അറിയുന്ന വാർത്ത ഇതാണ്: അവൻ കല്യാണം കഴിച്ച പെണ്ണും അവൻ്റെ ചോരയിലുണ്ടായിരുന്ന കുട്ടിയും കാണുവാനില്ല. എങ്ങനെയുണ്ടാവും ഇതിൻ്റെ ഗൗരവം? നിങ്ങൾ പറയൂ. സ്വന്തം കുഞ്ഞിനെ കാണാനും അവൻ കെട്ടിയ പെണ്ണിനെയും ഒരു നോക്ക് കാണാനും അവരെ കൂടെ ആസ്വദിച്ച് ജീവിക്കാനും അവൻ നാട്ടിലേക്ക് എത്തിയതാണ്. നാട്ടിലേക്ക് എത്തുമ്പോൾ അവൻ്റെ കൂടെ ഉള്ളത് താങ്ങാനാവാത്ത കുറേ വേദനകൾ മാത്രം. എന്താണ് സംഭവിച്ചത്? സൗദിയിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്ന ഈ വ്യക്തി സ്വന്തം കുഞ്ഞിനെയും അവൻ്റെ ഭാര്യയും കാണാൻ ലീവിന് നാട്ടിലേക്ക് വരികയായിരുന്നു. അന്ന് അപ്രത്യക്ഷമായി കേട്ടിരുന്ന വാർത്ത തൻ്റെ ഭാര്യയും കുട്ടിയെയും കാണുവാനില്ല. അവൾ പോയത് ഒരു പിശാചിൻ്റെ കൂടെയായിരുന്നു. ആ പിശാചിന് ഒരു ഭാര്യയും 3 മക്കളെയും തള്ളിപ്പറഞ്ഞ് അവൻ്റെ കൂടെയാണ് ഇവൾ പോയത്. ഈ സൗദിയിലുള്ള ആ വ്യക്തി എന്ത് തെറ്റ് ചെയ്തു? മനസ്സിലാക്കൂ കൂട്ടുകാരെ. ഇന്ന് നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഒരുപാട് കാമഭ്രാന്തന്മാർ ഈ ലോകത്ത് അഴിഞ്ഞാടുകയാണ്. ലഹരിയും അതുപോലെ കൂത്താടി നടക്കുന്ന ഒരുപാട് ക്രിമിനൽസുകൾ ഇതേപോലത്തെ ഉള്ള കുടുംബം തകർക്കാൻ വേണ്ടി നടക്കുകയാണ്. ചിന്തിക്കുക കൂട്ടുകാരെ, ജനങ്ങളെ. സൗദി എന്നെല്ലാം പറയുന്ന രാജ്യങ്ങളിൽ ചില സമയങ്ങൾ ഒരു നേരം വരെ വിളിക്കാനോ ഫോൺ വിളിക്കാനോ സമയം കിട്ടിയെന്ന് വരില്ല. ആ സമയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ആ സമയത്ത് ഇതേപോലെയുള്ള പെൺകുട്ടികളെ വലവീഴ്ത്തുകയാണ്. എന്തിന്? നിൻ്റെ കെട്ടിയോൻ വിളിക്കുന്നുണ്ടോ? നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളാണ് ഇന്ന് തകർന്ന് വീഴ്ന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരിമാരെ ഞാനീ പറയേണ്ടത്? നിങ്ങൾക്കുമില്ലേ നിങ്ങളെ വീട്ടിൽ സ്വന്തം ഭാര്യയും മക്കളും എല്ലാവരും? പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇന്ന് പ്രവാസ ലോകത്ത്. അവരുടെ ഭാര്യമാർ ഇന്നും നാട്ടിൽ നല്ലപോലെ കഴിയുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ മാത്രം മനസ്സിലൊതുക്കിക്കൊണ്ട്, അവരുടെ വികാരങ്ങൾ മനസ്സിലൊതുക്കിക്കൊണ്ട് ഇന്നും ഒരുപാട് പ്രവാസികൾ പ്രവാസ ലോകത്ത് പണിയെടുക്കുന്നുണ്ട്. അവരുടെ ഭാര്യമാർ സ്വന്തം വികാരങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും മനസ്സിലൊതുക്കിക്കൊണ്ട് ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവൾമാർക്ക് ഇത്ര കഴപ്പ് കൂടി ഇറങ്ങിപ്പോകുന്നത്? അതും സ്വന്തം ഭാര്യയും 3
കുട്ടികളെ ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ എങ്ങനെയാണ് ഇവൾ പോയിട്ട് ജീവിക്കുക? അവൻ അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തിരിക്കുന്ന 13 പവൻ സ്വർണം കാർന്നെടുത്തുകൊണ്ടാണ് ഇവൾ പോയത് അവൻ്റെ കൂടെ. സ്വർണത്തിൻ്റെ മൂല്യം എത്രത്തോളം വിലയുണ്ടെന്ന് അവൾക്കും അറിയാം, അവനും അറിയാം. ഈ സ്വർണത്തിൻ്റെ മൂല്യം അന്ന് അവൻ്റെ കയ്യിൽ നിന്നും അവസാനിക്കുന്നുവോ, അന്ന് നീയും ഈ പിച്ചത്തൊടിയിലൂടെ നടക്കേണ്ടി വരും മോളെ. ഈ സ്വർണത്തിൻ്റെ വില അവൻ്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ പണം പല രീതിയിലൂടെയും മറിഞ്ഞു പോകുന്നുവോ, അന്ന് മനസ്സിലാകാം നിൻ്റെ വിലയും. നീ ഇന്ന് പോയത് വലിയൊരു മനസ്സിനെ തളർത്തിയിട്ടിട്ടാണെന്ന് നീ ഒറ്റയൊന്ന് ഓർക്കുക. കർമ്മ തിരിച്ചടിക്കും. ഈ ഭൂമിയിൽ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷേ നീ ചെയ്തത് അതികടന്നൊരു അർഹതയാണ്. ചിന്തിക്കുക കൂട്ടുകാരെ, മനുഷ്യന്മാരെ, സമൂഹത്തിലെ സിസ്റ്റേഴ്സ്മാരെ, ബ്രദേഴ്സ്മാരെ, ഒരിക്കലും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി പല കാമഭ്രാന്തന്മാരും ഇതേപോലത്തെ പല ഉഡായിപ്പുകളും ചെയ്തുകൊണ്ടിരിക്കും. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ ലഹരിയും ഇതേപോലത്തെയുള്ള കാമഭ്രാന്തന്മാരെയും നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവൾ പോയത്, അവൾക്ക് ശരിയെന്ന് തോന്നുന്നു അവൻ്റെ അടുത്താണെന്ന് പോയതെങ്കിൽ നാളെ അവൾ കരഞ്ഞു പിടിച്ച് കാല് പിടിച്ച് വരും. കർമ്മ എവിടെയും പോകില്ല, തിരിച്ചടിക്കും.